ഗൈസ്, അപ്പം ഞങ്ങൾ ഇന്ന് കോരമംഗലിലുള്ള മീസോ കിച്ചണിലാണുള്ളത്. ഇവിടെ എന്ന് പറയുമ്പം പക്ക ഒരു മിസോറാം ട്രൈബൽ ക്യൂസീനാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. സെറ്റപ്പ് ഒക്കെ എന്ന് പറഞ്ഞാൽ മൊത്തത്തിലൊരു മെസ് കൈൻഡ് ഓഫ് സെറ്റപ്പാണ്. അതായത് ഭയങ്കര വലിയ ഹോട്ടലിൽ നിന്നുമല്ല, ഒരു റൂഫ് ടോപ്പ്, ഒരു കുട്ടി സ്പോട്ടാണിത്. അപ്പം നമ്മൾ സാധാരണ കഴിക്കുന്ന ആ ഒരു റെഗുലർ ഫ്ലേവേഴ്സിൽ നിന്നൊക്കെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ മാറ്റി പിടിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ആണെങ്കിൽ ഈ ഒരു സ്പോട്ട് നോട്ട് ചെയ്ത് വെച്ചോ. എന്തായാലും നമുക്ക് ഇവിടുത്തെ മെനു ഒന്ന് നോക്കാം, ഫുഡൊക്കെ ഒന്ന് ഓർഡർ ചെയ്യാം. What is a pork platter with rice? Same. See different pork dishes. See beef. This beef platter with rice. Rice will come. Beef fry, beef curry masala, boiled beef. 4 times will come in this beef platter with rice. Pork same thing will come. Pork fry, pork boiled, pork curry masala. Pork curry masala. Okay, what about this one? Special. This one only you get one pork. Is that dry or curry? Dry. It's dry. Dry pork with the miso, Aloo dal, vegetables, rice. veggies and all will be there. Okay, I'll go for special Smoked pork meal. Yeah, and Smoked pork meal, right? smoked pork meal. Yeah. Special smoked pork. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നു ഗൈസ്. അപ്പം ഞാൻ ഇന്ന് ഓർഡർ ചെയ്തിരിക്കുന്നത് ബീഫ് പ്ലാറ്ററും ഗിൽബർട്ട് ഓർഡർ ചെയ്തിരിക്കുന്നത് പോർക്ക് താലിയുമാണ്. ഈ റൈസ് നമുക്ക് 2 പേർക്കും കൂടെ ഉള്ളതാണ് കേട്ടോ. അത് കൂടാണ്ട് ഈ കാണുന്നത് 3ഉം ഒരു ബീഫ് പ്ലാറ്ററിൻ്റെ പറയുമ്പോൾ വരുന്നതെല്ലാം ബീഫ് വെറൈറ്റീസ് ആണ്. ഈ 3ഉം ബീഫ് വെറൈറ്റീസ് ആണ്. ഇത് കൂടാണ്ട് നമ്മൾ 2 ലസ്സിയും അതേപോലെ ഒരു ബീഫ് റോളും ഓർഡർ ചെയ്തു. ഗിൽബർട്ടിൻ്റെ ഡിഷ് ഇനിയും വരാനുണ്ട്. അതായത് ഗിൽബർട്ട് ഓർഡർ ചെയ്ത പോർക്ക് താലിക്കകത്ത് ഒരു പോർക്ക് വെറൈറ്റിയും റിമൈനിങ് നോർമൽ വെജീസുമാണ് വരുന്നത്. അപ്പം നമുക്ക് ആദ്യമേ ഈ ഒരു ബീഫ് റോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാം. സൂപ്പർ യമ്മി എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആ ഒരു ബീഫിൻ്റെ ഫ്ലേവർ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. You like the flavor of Juicy, yeah. Very juicy. I like it. Yeah. പിന്നെ ഈ ഒരു ബീഫ് റോൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരെണ്ണമാണ് ഓർഡർ ചെയ്തത്. അത് ഞങ്ങൾ 2ആയിട്ട് കട്ട് ചെയ്ത് കഴിക്കുമായിരുന്നു. സത്യത്തിൽ നല്ല സഫീഷ്യൻ്റ് ആയിരുന്നു എന്ന് തന്നെ പറയാം. നമ്മളിപ്പോൾ ഒരാൾ പകുതി കഴിച്ചാലും നല്ല രീതിയിലൊരു ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ഫില്ലിങ്സ് ആണെങ്കിൽ പോലും അവർ നല്ല രീതിയിൽ അതിനകത്ത് മീറ്റ് ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് സോസിയോ അല്ലെങ്കിൽ ഒരുപാട് മസാല ഒന്നും നമുക്കല്ല. അതിനോടൊപ്പം നമുക്ക് ഒരു ബീഫിൻ്റെ ഫ്ലേവർ നന്നായിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ളൊരു ബീഫ് റോളായിരുന്നു കഴിച്ച്. എനിക്ക് പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇത് ഡ്രൈ ബീഫാണ്. ഇതിൻ്റെ താലി ഇതിൻ്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് ഈ നെയ്യ് കാണാം. നെയ്യോട് കൂടെയുള്ള ബീഫാണ്. ആൻഡ് ഒരുപാട് സ്പൈസസ് ഒന്നുമില്ല. അറ്റ് ദ സെയിം ടൈം വെരി ഫ്ലേവർഫുൾ ആൻഡ് വെരി ജ്യൂസി. ഇനി നമുക്ക് നമ്മുടെ മെയിനിലോട്ട് കിടക്കാം. അപ്പം ചോറും ഈ ഒരു ബീഫ് ഡ്രൈ. ഈ ബീഫ് ഡ്രൈ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അതിനകത്തുനിന്ന് ഇങ്ങനെ നെയ്യ് ഇങ്ങനെ ഒഴുകുന്നുണ്ട്. അതിനോടൊപ്പം പിന്നെ ഗിൽബർട്ട് കുറച്ച് ചിക്കൻ ഓർഡർ ചെയ്തായിരുന്നു. അപ്പം നമുക്ക് ആ ഒരു ഡ്രൈ ചിക്കനും പിന്നെ നമുക്ക് അടുത്ത 2 വെറൈറ്റി ഓഫ് ബീഫും കൂടെ ഉണ്ട്. ഒരു ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ബീഫ് എന്ന് മാത്രമേ പറഞ്ഞു. അതായത് ഫ്ലേവേഴ്സ് എന്ന് പറഞ്ഞാൽ ഓരോന്നിനും മസാലയോ അല്ലെങ്കിൽ സ്പൈസസോ ഒന്നുമല്ല. ഒരു നെയ്യും ബീഫും ആ ബീഫിൻ്റെ ഫ്ലേവറാണ് ഏറ്റവും കൂടുതൽ എൻഹാൻസ് ചെയ്തിരുന്നത്. സത്യത്തിൽ എനിക്കത് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനത്തെ ചെറുതായിട്ടുള്ള മസാലയും ചെറിയ കുരുമുളക് അങ്ങനെയൊക്കെ ഇട്ട് നമ്മൾ ബീഫ് വേവിക്കുമ്പോഴൊക്കെ ഉള്ളൊരു ആ നെയ്യ് ഇറങ്ങുന്നതൊക്കെ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, അതാണ് സംഭവം. പിന്നെ ഈ ഒരു വെജിറ്റബിൾസ് ആണെങ്കിൽ പോലും ഇത് എന്താ പറയുക, ഈ ലീഫി വെജിറ്റബിൾസും ഈ ബീഫും കൂടി ഇട്ട് വേവിച്ചെടുത്തേക്കുന്നതാണ്. ഇതിൻ്റെ അകത്ത് അവരെന്തൊക്കെയോ ഇട്ടിട്ടുണ്ട്, പക്ഷെ ഒരുപാട് മസാലയില്ല. എന്നാലും ഒരു ബീഫിൻ്റെ ഫ്ലേവറാണ് കൂടുതൽ നമുക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ നമുക്കൊരു ഗ്രേവി ബീഫും. വെരി ടേസ്റ്റി. So their cuisine generally emphasizes on the taste of the substance. I'm yet to get my pork.
നാഗ ഫുഡ് ട്രൈ ചെയ്തു, അസമീസ് ട്രൈ ചെയ്തു, ബോറോ ട്രൈ ചെയ്തു, ഇപ്പം ഫസ്റ്റ് ടൈം മീസോ ഫുഡ് ട്രൈ ചെയ്തത്. സോ ഫാർ എനിക്ക് നോർത്ത് ഈസ്റ്റ് ട്രൈബൽ ഫുഡ്സിൽ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളത് നിലവിലുള്ളത് മീസോ ഫുഡാണ്. നാഗ ഫുഡ് ട്രൈ ചെയ്തപ്പോൾ എനിക്ക് നാഗ ഇഷ്ടപ്പെട്ടു. ബട്ട് നൗ ഐ റിയലി ലവ് വിത്ത് ബീഫ് വെറൈറ്റീസ് ഇൻ മീസോ. സോ യമ്മി. ഇവിടെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പിടിച്ചു. ഞങ്ങൾ കഴിച്ച് വയറ് വേർത്തിങ്ങനെ ഇരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് ടൈം വീണ്ടും വരുന്നതായിരിക്കും. ഡെഫിനറ്റ്ലി ഇവിടെ വന്ന് അടുത്ത ഡിഷസും ട്രൈ ചെയ്യണം. സിംഗിൾ ബെഡിന് എന്തെങ്കിലും പറയാനോ ചോദിക്കാം? I am tired by the food. ഫുഡ് കാസോ. സോ ഇതാണ് നമ്മുടെ പ്ലേസ്. ഞാൻ പ്ലേസ് കാണിക്കാം. നോർത്ത് ഈസ്റ്റ് ട്രൈബൽ ഫുഡ് എന്ന് പറയുന്നത് മസാല കുറച്ച് കുറവാണ്. അതുപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീറ്റും പിന്നെ നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടാത്ത പോലെ വെറൈറ്റി ആയിട്ടുള്ള ലീഫി ഗ്രീൻ വെജിറ്റബിൾസ് ഒക്കെ ഉണ്ട്. സോ കുറച്ചും കൂടി ഒരു എന്താ പറയുക ഫ്രഷ് ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ളൊക്കെ ഫുഡ് കഴിക്കണമെങ്കിൽ നമുക്ക് നോർത്ത് ഈസ്റ്റ് ട്രൈബൽ ഫുഡുകൾ ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു ന്യൂ പാലറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി നോർത്ത് ഈസ്റ്റ് ഏരിയകളിലൊക്കെ ട്രാവൽ ചെയ്യുന്നവരാണെങ്കിൽ യു ക്യാൻ സീ ദ ഡിഫറൻസ്. കാരണം നമുക്ക് ഇവിടെ കിട്ടുന്നതിനേക്കാളും കുറച്ചുകൂടെ ഓർഗാനിക് ആയിട്ടുള്ള സാധനങ്ങളാണ് അവിടെ കിട്ടുന്നത്. പക്ഷേ ഇവിടെ ബാംഗ്ലൂരിലും അവരൊക്കെ ചെറിയ കിച്ചൺസ് ഉണ്ട്. സോ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഈ മീസോ കിച്ചണിലെ ഫുഡ് ഇഷ്ടപ്പെട്ട് എങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ബട്ട് സ്റ്റിൽ ഇത് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ളൊരു കുറേ പേരുണ്ടാകും കേരളത്തിലെന്ന് ഞാൻ വിശ്വസിക്കുന്നു.